രാമനാരായണ രാമ. ഇന്ന് നാം ഒരുപാട് വികാരാത്മകമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ആ വിഷയം എന്താണെന്നാൽ മൂർത്തിപൂജ നടക്കണമോ ഇല്ലയോ. ഈ വിഷയം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ നമ്മുടെ ഉദ്ദേശ്യം ആരുടെയെങ്കിലും വികാരങ്ങളെ വേദനിപ്പിക്കുകയല്ല. നമ്മുടെ മഹാഗുരു ബാലക ബ്രഹ്മചാരിജിയുടെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. മഹാഗുരു ബാലക ബ്രഹ്മചാരിജി എപ്പോഴും മനുഷ്യരാശിയുടെ കല്യാണത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട്. മൂർത്തിപൂജയുടെ രീതികൾ 10,000 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇല്ലായിരുന്നു. നിങ്ങൾ ചരിത്രത്തിൽ അന്വേഷിച്ചാൽ കണ്ടെത്തും 10,000 വർഷങ്ങൾക്ക് മുൻപ് വൃത്തിപൂജ എന്ന പ്രയോഗം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹിന്ദുക്കളോ സനാതനികളോ മോക്ഷമാർഗത്തിനായി ദേവീദേവന്മാരുടെ പൂജ ചെയ്യുന്നത് കാണാം. അമ്മയുടെ 11 കൈകൾ. ഉദാഹരണത്തിന് അമ്മ ദുർഗയുടെയും അമ്മ കാളിയുടെയും പ്രതിമകളിൽ 11 കൈകൾ കാണിക്കുന്നു. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം സമുദായത്തിലെ എല്ലാ ശക്തികളും ഊർജവും ഒന്നിച്ചുകൂടി ഒരുമിക്കുമ്പോൾ ഏതൊരു കടുത്ത സാഹചര്യത്തെയും എളുപ്പത്തിൽ നേരിടാൻ കഴിയും എന്നതാണ്. അമ്മ ദുർഗയുടെ കൈകൾ പോലെ നാം ഒരുമിച്ച് വരികയും സമൂഹത്തിൽ ദോഷമുണ്ടാക്കുന്നവരെ എതിർക്കുകയും ചെയ്യണം. ആദ്യമേ നമ്മുടെ ഉള്ളിലുള്ള അസുരവൃത്തി ഇല്ലാതാക്കുക. അതാണ് നമ്മളിൽ നിന്നുതകൾ മനുഷ്യൻ്റെ ഉയർച്ച. മൂർത്തിപൂജയുടെ പ്രാരംഭ സമയത്ത് ലക്ഷ്യം മനുഷ്യത്വത്തിൻ്റെ ഉന്നമനമായിരുന്നു. മഹാഗുരു ജി പറഞ്ഞുപോലെ മനുഷ്യൻ തന്നെ ഒരു ജീവൻ കൊണ്ട് നിറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ കാണുമ്പോൾ മനുഷ്യനേക്കാൾ താഴ്ന്ന ഒരു പദാർത്ഥത്തെ പൂജിക്കുക എന്തിന്? പാറയും മണ്ണും രൂപപ്പെടുത്തിയിരിക്കുന്ന മൂർത്തികൾ ഭക്ഷണം കഴിക്കുമോ? ഈ ചിന്തകൾ നമ്മെ നമ്മുടെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. മനുഷ്യൻ്റെ പ്രഗതിയും സമൂഹത്തിൻ്റെ പ്രഗതിയും സ്വയം സംരക്ഷണത്തിലൂടെ മാത്രമാണ് സാധ്യമാകുക. വ്യക്തിമനസ്സിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രാധാന്യം. മനുഷ്യമനസ്സിൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ ഏറ്റവും വലിയ ആസ്തിയാണ്. മനസ്സിനെ കേൾക്കുക, ശ്രദ്ധിക്കുക, ധ്യാനത്തിലൂടെ ശാന്തമാക്കുക. ഈ പ്രക്രിയകൾ നമ്മെ ആത്മസമാധാനത്തിലേക്കും സമഗ്ര സമാജത്തിലേക്കും നയിക്കുന്നു. രാമനാരായണ രാമ. രാമനാരായണ രാമ എന്ന ബീജമന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പവിത്ര നാമമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാധ്യതകളെയും തിരിച്ചറിയുകയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സ്വയം പ്രചോദിപ്പിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ ഈ മന്ത്രവുമായി ബന്ധപ്പെടാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക. ഈ നാമം നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മശുദ്ധിയും ആത്മികതയും പകർന്നു തരികയും നിങ്ങളെ ഒരുപാട് മുന്നോട്ട് നയിക്കുകയും ചെയ്യും.